ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ 100 വഴികൾ ഇല്ല, ഓപ്ഷൻ ഇല്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ നിൽക്കുന്ന എൻ്റെ ജീവിതത്തിലേക്കും പ്രിയപ്പെട്ടവരായ ഈശോ ഒത്തിരി സ്നേഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്കും ഭവനത്തിലേക്കും വരാൻ 100 വഴികൾ, അതിനകത്ത് ഓപ്ഷൻ കൊടുത്തിട്ടില്ല. 1 മുതൽ 100 വരെ ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കുക. ഇല്ല, ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴിയുടെ പേരാണ് വിശ്വാസത്തിൻ്റെ ഒരു വഴി. അതാണ് നമ്മുടെ എല്ലാ ജീവിതത്തിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരുപാട് പേര് ജീവിതത്തിൽ പല കാര്യത്തിലും തകർന്ന് തരിപ്പണമായി പോയവരായിരുന്നു. പക്ഷെ അവരൊക്കെ എങ്ങനെയാ പിടിച്ചു കയറി ഇന്ന് രക്ഷപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നത്? വിശ്വാസമെന്ന പിടിവള്ളിയിൽ പിടിച്ചിട്ടാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബിസിനസ് നടത്തി പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി കടം കയറിയ മനുഷ്യനിതാ ഒന്ന് കയറി ഇറങ്ങി നല്ല നിലയിലെത്തിയപ്പോൾ പറഞ്ഞു, അന്ന് എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസമാണ് എന്നെ ഉയർത്തിയത്. വിശ്വസിക്കുന്നവന് ഒരു നാളും ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ വചനവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളുണ്ടെങ്കിലും ഇതിനെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദൈവവചനവുമായി ബന്ധപ്പെടുത്തി നിങ്ങളോട് പറയുന്നത്. ബൈബിളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു സ്ഥലപ്പേരിട്ടിട്ട് ഒരു അത്ഭുതം കൊടുത്തിട്ടുണ്ട്. ലിസ്ത്ര എന്ന് പറയുന്ന ഒരു സ്ഥലം. ലിസ്ത്ര, അത് അപ്പസ്തോല പ്രവർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്. ലിസ്ത്ര എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് അപ്പസ്തോല പ്രവർത്തനം 14-ാം അധ്യായം 8 മുതലുള്ള വാക്യമാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് മനസ്സറിഞ്ഞ് കേട്ടാൽ ഈ ഒരൊറ്റ വചനം മതി നമ്മുടെ ലൈഫിൽ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ. പൗലോസ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലിസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രസംഗം നടക്കുന്നത്. അവിടെ നടക്കുമ്പോൾ ജന്മനാ മുടന്തനായ, അപ്പോൾ എത്ര വയസ്സോട്ടായിരിക്കും മുടന്നു വന്നത്? എത്ര വയസ്സോട്ടായിരിക്കും? 6 വയസ്സോട്ടോ? ജന്മന എന്ന് പറഞ്ഞാൽ എപ്പോഴാ? ആ ഉണ്ടായപ്പോൾ തൊട്ട്. ജന്മന കാലിന് സ്വാധീനമില്ലാത്ത ഒരുവൻ ആ ദേശത്തുണ്ടായിരുന്നു. ഏത് സ്ഥലത്ത്? ലിസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്ത്. ആ വാക്കുകളെല്ലാം ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ലിസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചപ്പോൾ തന്നെ കാലിന് സ്വാധീനമില്ലാത്ത ഒരാൾ ഉണ്ടായിരുന്നു. എഴുതിയിരിക്കുകയാണ് പ്രത്യേകത, അവൻ ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല, ഒരിക്കലും നടന്നിട്ടില്ല. ഇനി ജന്മനാ കാലിന് സ്വാധീനമില്ലാത്തവരുടെ കാല് നമ്മുടെ കാല് പോലെ ഇരിക്കുമോ? അവരുടെ മസിൽസിൻ്റെ പ്രത്യേകത, കാലിൻ്റെ എല്ലാ പ്രത്യേകതകളുണ്ട്. ഒന്നാമത്, ആ കാലുകൾ വളരെ ശോഷിച്ച കാലുകളായിരിക്കും. ഇങ്ങനെ ജന്മനാ സ്വാധീനമില്ലാത്ത ഒരാളെ കണ്ട് നിങ്ങൾക്ക് വേദന അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചൂടുവെള്ളം കോരി ഒഴിച്ചാലും ഒന്നും ഫീൽ ചെയ്യില്ല, കത്തികൊണ്ട് വിരൽ മുറിച്ചാലും വേദനയില്ല. അതാണ് ജന്മനാ സ്വാധീനം, രക്തഓട്ടമില്ല. അതുകൊണ്ട് കാല് ഈർക്കിളി പോലിരിക്കും. നമ്മുടെ കാലിനെ പോലെ മസിൽസ് ഉണ്ടാവില്ല, നടക്കാൻ പറ്റില്ല, ഞരമ്പ് വീക്കായിരിക്കും, രക്തഓട്ടമില്ലാത്ത ഞരമ്പായിരിക്കും, കാലിന് ബലമില്ല. ഈ വ്യക്തി ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പൗലോസ് പ്രസംഗിക്കുന്നത് കേട്ടു. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണം, പൗലോസ് പ്രസംഗിക്കുമ്പോൾ പൗലോസ്ലീഹയ്ക്ക് മനസ്സിലാവുകയാണ് ഇവൻ്റെ കാല് സുഖപ്പെടുന്ന അത്രയും വിശ്വാസം ഇവനിൽ ഉണ്ട് എന്ന് കണ്ടു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അത് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. വിശ്വാസമുള്ളവനെ അവൻ്റെ വാക്ക്, അവൻ്റെ പ്രാർത്ഥന, വ്യക്തിയുടെ സ്തുതിപ്പ്, കൈയടിക്കുന്ന രീതി, ഇത് കണ്ടാൽ അറിയാം ആ വ്യക്തിക്ക് എന്തേരെ വിശ്വാസം ഉണ്ടെന്ന്. പൗലോസ്ലീഹ അവിടെ നിന്ന് കാണുമ്പോൾ ഒരു കസേരയിലിരിക്കുന്ന ജന്മനാ കാലിന് സ്വാധീനമില്ലാത്ത ഒരാൾ ദൈവവചനം പറയുന്നത് കേട്ടപ്പോൾ പൗലോസ്ലീഹ പറയുവാണ്, അവൻ കേൾക്കുന്നുണ്ടെന്നല്ല പറഞ്ഞത്, ഇവൻ്റെ കാല് സുഖപ്പെടാൻ കഴിയുന്ന, അത്ഭുതം നടക്കാൻ അത്രയും വിശ്വാസം ഇവനിൽ ഉണ്ട് എന്ന് കണ്ടു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളെ ഈശോ നോക്കുമ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് സാധിച്ചു തരാൻ
കഴിയത്തക്ക ഒരു വിശ്വാസത്തോടെ ഇരിക്കണം. ഇനി അതിലെന്തേലും ഒരു കുറവുണ്ടെങ്കിൽ ശിഷ്യന്മാരെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ത്? കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി വിശ്വാസത്തോടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഓരോ പ്രാവശ്യം ഹല്ലേലൂയ നമ്മുടെ വിശ്വാസത്തെ, സ്വർഗത്തെ അറിയിച്ചു കൊടുക്കുവാണ്. എൻ്റെ ഈ ഹല്ലേലൂയ എന്ന വാക്ക് ഈ അന്തരീക്ഷത്തിൽ നിറയുവാണ്. എൻ്റെ അടുത്തിരിക്കുന്ന 10 പേര് പുറകിലും മുന്നിലും ഇരിക്കുന്നവർ കേൾക്കുന്നു, കാണുവാണ്. ഞാൻ ഒരു പ്രാവശ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. സ്വർഗത്തിലെ ദൈവം എൻ്റെ വിശ്വാസം ഇന്ന് കാണണം, വിശ്വാസത്തിൻ്റെ അളവ്. ഇനി ശ്രദ്ധിക്കുക, ഈ വ്യക്തിക്ക് വിശ്വാസം ഉള്ളപ്പം അതിൻ്റെ ശക്തി എവിടെ വെളിപ്പെട്ടു? സ്വാധീനമില്ലാത്ത കാലിൽ ഹൃദയത്തിലുണ്ടായിരുന്ന വിശ്വാസം എവിടെ വെളിപ്പെട്ടു? ജന്മനാ കാലിന് സ്വാധീനമില്ലാത്ത ഈർക്കിളി പോലെ അല്ലെങ്കിൽ മെലിഞ്ഞ് ശോഷിച്ച കാലിൽ, മസിലിന് ബലമില്ലാത്ത, ഞരമ്പുകൾ വീക്കായ കാലിൽ എന്തു വെളിപ്പെട്ടു? വിശ്വാസത്തിന്റെ ശക്തി വെളിപ്പെട്ടു. പൗലോസ്ലീഹ പറയുവാണ്, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഈ മനുഷ്യൻ എഴുന്നേറ്റ് കഷ്ടിച്ച് നിന്നു. 10 പേര് പിടിച്ചോണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി എന്നല്ല എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ്, അവൻ എഴുന്നേറ്റ് ഓടിയെന്ന് എഴുതിയിരിക്കുന്നത്. ഓടണമെങ്കിൽ നമുക്ക് പലർക്കും ഓടാൻ പോലും പറ്റില്ല. ഇപ്പം എല്ലാ മസിൽസ് ഉണ്ടായിട്ട് പോലും ഓടിയാൽ നമ്മൾ വീണ് കതച്ചു പോകും. ഈ മനുഷ്യൻ ഓടി. എങ്ങനെയായി ഓടിയത്? വിശ്വാസമുള്ളവനെ ദൈവം ഓടിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഏത് കാര്യത്തിൽ? എല്ലാ കാര്യത്തിലും. ഹൃദയത്തിൽ എഴുതിയിടണം, വിശ്വാസത്തോടെ ഇന്നുവരെ നടന്നിട്ട് പോലും ഇല്ലാത്തവനായി ഇപ്പോൾ ഓടിയെന്ന് ഓർക്കണം. ഇവനെ നോക്കിയിട്ട് വഴിയെ പോയവരും സ്വന്തക്കാരും കൂടപ്പറപ്പും എല്ലാം പറഞ്ഞിട്ടുണ്ടാവും, ഇവൻ ഒരിക്കലും നടക്കുകയില്ലെന്ന്. എല്ലാവരും പറഞ്ഞത് നടക്കുകയില്ലെന്നാണ്. എല്ലാവരും പറഞ്ഞത് നടന്നാൽ തന്നെ ഇങ്ങനെ പിടിച്ചോണ്ട് പോകേണ്ട വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എഴുതിയിരിക്കുന്നത് അവൻ്റെ വിശ്വാസം കൊണ്ട് അവൻ കഷ്ടി നടന്നു എന്നല്ല, വിശ്വാസം കൊണ്ട് അവൻ ഓടി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഇന്ന് പറയുന്ന ദൈവവചനം, വിശ്വാസം നിങ്ങളിൽ നിറയുമ്പോൾ നിങ്ങൾ കഷ്ടി നടക്കണമെന്നല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ല മൈക്കെടുത്ത് നിൽക്കുന്നത്. വിശ്വാസത്തോടെ വചനം കേട്ട് ഇനി ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഇതുപോലെ ഓടും. ദൈവം നമ്മളെ ഓടിക്കും. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം ഇങ്ങനെ ഓടിക്കുമെന്ന് വിശ്വാസമുള്ളവർ പറഞ്ഞേ ഹല്ലേലൂയാ. ഇതിൽ വിശ്വാസം ഇല്ലാത്തവർ പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് പ്രശ്നം. കേട്ടോ നിങ്ങൾ? വെച്ചാൽ 188 പേര് ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് എണ്ണിയതാണ്. എണ്ണം തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. 2 കൂട്ടത്തിൽ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഏതൊക്കെ? വിശ്വാസമുള്ളവരുമുണ്ട്, ഇല്ലാത്തവരുണ്ട്. വിശ്വാസം ഇല്ലാന്ന് ഉള്ളവർ പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് മനസ്സിലായി, ശുദ്ധഹൃദയരായ കുറേ പേരാ പറഞ്ഞത്. പാവങ്ങൾ, അവർ ശിശുതുല്യ ഹൃദയമുള്ളവരാ, ഒന്നും ഓർക്കാതെ ചാടി പറഞ്ഞതാ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാനിത് പറഞ്ഞിട്ടിത് എനിക്കിത് കൊതി തീരുന്നില്ല. എനിക്ക് മനസ്സിലായി ശരിക്കും ഇത്. അതെന്ന് നോക്കി, മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന കാലുള്ള ഒരുത്തൻ ഹൃദയത്തിനകത്തെ വിശ്വാസം വന്നപ്പോൾ അവൻ്റെ ഞരമ്പ് നേരെയായി, മസിൽ പെട്ടെന്ന് വന്നു. ഇന്ന് വരെ നടന്നിട്ടില്ലാത്തവൻ ഓടി എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ശക്തി എവിടെ എത്തി? അവൻ്റെ കാലിലെത്തി. അപ്പോൾ വിശ്വാസത്തിൻ്റെ ശക്തി എവിടെ എത്തും? എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എൻ്റെ ഭവനത്തിൽ അതിൻ്റെ അനുഗ്രഹം എത്തും, എൻ്റെ ശരീരത്തിന് അതിൻ്റെ അനുഗ്രഹം എത്തും, എൻ്റെ തലമുറകളിൽ അതിൻ്റെ അനുഗ്രഹം എത്തും. ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിലും അതിൻ്റെ ശക്തി വെളിപ്പെട്ടിരിക്കും. അതാ വിശ്വാസം. ഇതാണ് വിശ്വാസം. ഇനി അടുത്തത്, ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ദൈവം ഒരു വ്യക്തിയിൽ തുറന്നിട്ടിരിക്കുന്ന ഒരേ ഒരു വഴിയാണ് വിശ്വാസത്തിൻ്റെ വഴി. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് കേട്ടു കണ്ടു എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നിസ്സാരമായിട്ട് ഇതിനെ കാണും. പക്ഷേ ഈ ഒരു കാര്യം മതി ഒരാളുടെ ജീവിതം മൊത്തം മാറി മറിയാൻ. വിശ്വാസം. അതിനാധാരമായി ഒരു നല്ല വചനം, എന്നെ വളരെ സ്വാധീനിച്ചൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥനാ വിഷയമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വളരെ സ്വാധീനിക്കുന്നൊരു വചനമാണത്. അത് അപ്പസ്തോല പ്രവർത്തനത്തിൽ 27-ാം അധ്യായം. അതിൻ്റെ ഹെഡിങ് എന്നാണെന്നറിയാമോ? പൗലോസ്ലീഹായുടെ റോമായിലേക്കുള്ള ഒരു കപ്പൽ യാത്രയാണ്. ഇത് വായിക്കുമ്പോൾ ചിലർക്ക് തോന്നും, ഒരു കപ്പൽ യാത്ര ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമുണ്ടോയെന്ന്. ഞാൻ അതിന് മറ്റൊരു പേരിടാൻ പോവുകയാണ്. ഇത് നമ്മുടെ ജീവിത യാത്രയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. പൗലോസ്ലീഹ നടത്തിയത് ഇറ്റലിയിലേക്ക്, റോമിലേക്ക് ഒരു കപ്പൽ യാത്ര. പക്ഷെ ആ കപ്പൽ യാത്രയാണെങ്കിൽ അതുപോലെ മറ്റൊരു കപ്പലിൽ യാത്ര ചെയ്യുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഓരോ കപ്പലേ കൂടെ.
ഈ കപ്പൽ യാത്ര തുടങ്ങുമ്പം അലക്സാണ്ട്രിയയിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ ഈ പൗലോസ്ലീഹ എല്ലാവരും കൂടെ കയറിയതിന് ശേഷം പ്രാർത്ഥിച്ച പൗലോസ്ലീഹ കപ്പലിലുള്ളവരോട് പറഞ്ഞു, ശ്രദ്ധയോടെ കേൾക്കണം, പ്രാർത്ഥനയുള്ള പൗലോസ്ലീഹ കപ്പലിലുള്ളവരോട് പറയുവാണ്, ഈ യാത്ര നമുക്ക് ഗുണകരമാകാൻ സാധ്യതയില്ലെന്ന് കർത്താവ് എന്നെ കാണിക്കുന്നു. ഒരു മെസ്സേജ്. നമ്മൾ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ട് മെസ്സേജ് പറയില്ലേ, അതുപോലെ പൗലോസ്ലീഹ ഒരു മെസ്സേജ് പറഞ്ഞു. ആരും അത് കൂട്ടാക്കിയില്ല, മൈൻഡ് ചെയ്തില്ല, അതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഒന്നാമത്തെ ആത്മീയ ദൂത് പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയുള്ള ചിലര് നമ്മളോട് ചിലപ്പോൾ പറയും, അത് വേണ്ട, അതൊന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതാവില്ലേ, ആരും ഇത് തള്ളിക്കളയരുത്. പ്രാർത്ഥനയുള്ള പൗലോസ്ലീഹ പറയുവാണ്, ഈ യാത്ര വേണോ? ഇതല്പം ദോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നേ. 27-ാം അധ്യായം 10-ാമത്തെ വാക്യം ഇങ്ങനെ ഉപദേശിച്ചു പൗലോസ്ലീഹ, മാന്യരെ, നമ്മുടെ ഈ യാത്ര കപ്പലിനും ചരക്കിനും മാത്രമല്ല, നമ്മുടെ ജീവന് തന്നെ നഷ്ടവും അപകടവും വരുത്തുമെന്ന് ഞാൻ കാണുന്നു. ആരും ഇത് മൈൻഡ് ചെയ്തില്ല. ഹല്ലേലൂയ. ഒരു പക്ഷേ ഏതേലും ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ വീട്ടിൽ വന്നിട്ട് നമ്മളോട് ചിലപ്പോൾ പറയും, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒന്നും കൂടെ ഒന്ന് നോക്കണം, വേറൊന്നും വേണ്ട. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ 10 വയസ്സായ ഒരു കൊച്ചായിരിക്കും പപ്പായോട് പറയുന്നത്, അമ്മയോട് പറയുന്നത്, മമ്മി ആ സ്ഥലം വിൽക്കുന്ന കാര്യം നല്ലതാണോ? ചിലപ്പോൾ പ്രാർത്ഥനയുള്ള കുഞ്ഞു ഹൃദയമുള്ള വിശ്വാസമുള്ള 10 വയസ്സൊരു കൊച്ചായിരിക്കും മെസ്സേജ് പറയുന്നത്. വേറൊരു കാര്യം കേൾക്കണം, പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യൻ ആരെങ്കിലും നിങ്ങളോടൊരു മെസ്സേജ് തന്നാൽ അത് നിസ്സാരമായി തള്ളിക്കളയരുത്. അതിനകത്ത് എന്തേലും ഒരു ദൈവീക കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇവരാരും മൈൻഡ് ചെയ്തില്ല. ഇനി ഈ കപ്പലേ കയറി പോവുകയാണ്. കപ്പലേ കയറി യാത്ര തുടങ്ങുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഒരു കുഴപ്പമുണ്ട്, സാധാരണ ഒരു കുഞ്ഞു കാറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ 14-ാമത്തെ വാക്യം എഴുതിയിരിക്കുകയാണ്, വടക്ക് കിഴക്കൻ എന്ന് വിളിക്കപ്പെടുന്ന കൊടുങ്കാറ്റ് കരയിൽ നിന്ന് ആഞ്ഞടിച്ചു. എന്ത് ആഞ്ഞടിച്ചു? ഉറക്കെ പറയാമോ? കൊടുങ്കാറ്റ്. പൗലോസ്ലീഹ യാത്ര ചെയ്തിരുന്ന കപ്പലിന് നേരെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. ചില കൊടുങ്കാറ്റിന്റെ മുമ്പിൽ ഇരിക്കുന്ന 10 പേരേലും ഇതിനകത്ത് കാണും. ഏത്? ഇപ്പോൾ പോകുന്ന ജീവിതയാത്രയ്ക്ക് നേരെ ചില കൊടുങ്കാറ്റടിച്ച് വലിയൊരു ഭയത്തിന്റെ മുമ്പിലായിരിക്കും ചില ആളുകൾ ഇപ്പോൾ എന്നെ ദൈവവചനത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൊടുങ്കാറ്റടിച്ചപ്പം അവർ ചെയ്ത ഒരു കാര്യമാണ്, ഇതിനെ എതിർത്ത് നിൽക്കാൻ കഴിയാതെ കാറ്റടിച്ച് ഈ കപ്പലിനെ ഏതോ ദേശത്തേക്ക് കൊണ്ടുപോയി. എവിടെയോ കാറ്റടിച്ച് കൊണ്ടുപോയി. കപ്പൽ ഏതോ വഴിക്ക് തിരിഞ്ഞു പോയി, റൂട്ട് തെറ്റിപ്പോയി, അടിച്ച് തെറിപ്പിച്ച് കളഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അവർ ചെയ്തത്, കപ്പലിലുണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു. ചോദിക്കട്ടെ ഒരു ചോദ്യം, ആർക്കാ നഷ്ടമുണ്ടായത് ഈ യാത്രയിൽ? ദൈവത്തിൽ ആശ്രയിച്ച പൗലോസിനോ, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച പൗലോസ്ലീഹയ്ക്ക് വല്ലോ നഷ്ടമുണ്ടായോ? നഷ്ടമുണ്ടായത് ദൈവഹിതത്തിനെതിരെ പ്രവർത്തിച്ചവർക്കാ നഷ്ടമുണ്ടായേ. ദൈവത്തിൽ വിശ്വാസമില്ലാതെ എടുത്ത് ചാടിയവർക്കാ ഇവിടെ നഷ്ടമുണ്ടായേ. നഷ്ടമുണ്ടായവരുടെ പല ജീവിതങ്ങൾ നോക്കിക്കേ. വിശ്വാസമില്ലാതെ നടത്തിയ ചില എടുത്തു ചാട്ടങ്ങളാ നഷ്ടങ്ങളിൽ കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത് പലരെയും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. കരമുയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് നോക്കി, പൗലോസ്ലീഹായുടേതല്ല ചരക്കുകളിൽ ഒന്നും. പൗലോസ്ലീഹായുടേതല്ല ഈ കപ്പൽ. പൗലോസ്ലീഹായ്ക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതം കൊടുത്തവനാ പൗലോസ്ലീഹ. പൗലോസ്ലീഹായ്ക്ക് ഒന്നും നഷ്ടപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല. വിശ്വസിക്കുന്നവർക്ക് ഒരു ആത്മീയ ദൂത് പറയാം. വിശ്വസിച്ച് ദൈവത്തിന് ജീവിതം കൊടുത്തവർക്ക് ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ സർവശക്തൻ സമ്മതിക്കില്ല. അതാണ് വിശ്വാസം.
പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ്ലീഹായ്ക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ദൈവത്തിൽ ആശ്രയിക്കാത്ത കുറേ പേർക്ക് കുറേ നഷ്ടം ഉണ്ടായി. ആരാ പേടിച്ചത് ഇവിടെ? ഈ യാത്രയിൽ പൗലോസ്ലീഹയാണോ പേടിച്ചത്, അതോ കൂടെ ഉണ്ടായിരുന്നവർ? ബൈബിൾ വീട്ടിൽ പോയി ഒന്ന് ശ്രദ്ധയോടെ വായിച്ചാൽ മനസ്സിലാകും, പൗലോസ്ലീഹ പേടിച്ചിട്ടേ ഇല്ല. കൂടെ ഉണ്ടായിരുന്നവർ ജീവിതം അപകടത്തിലാകുമെന്ന് വല്ലാണ്ട് പേടിച്ചപ്പോഴാണ് ഈ പ്രവൃത്തി ചെയ്തേ. ദൈവത്തിൽ ആശ്രയിക്കുന്ന പൗലോസ്ലീഹ പേടിച്ചിട്ടില്ല. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എത്ര വലിയ കൊടുങ്കാറ്റാഞ്ഞടിച്ചാലും നിങ്ങൾ പേടിക്കണ്ട. ഇപ്പൊ കപ്പൽ മുങ്ങും, ആൾ അപകടത്തിൽപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഒന്നും സംഭവിക്കില്ല. വിശ്വസിക്കുന്നവൻ ഒരു കാലത്തും ലജ്ജിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്കാണ് ഇത്. കപ്പൽ യാത്രയുടെ മാത്രം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായത്. ഇത് കപ്പൽ യാത്രയുടെ കാര്യമായിട്ട് എനിക്ക് വായിക്കുമ്പോൾ തോന്നുന്നില്ല. ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളായത് മുഴുവൻ. കൊടുങ്കാറ്റ്, ആകെ നഷ്ടം, ആകെ ഭയം, പേടി. എങ്ങനെ ഇനി അടുത്തൊരു വചനം ശ്രദ്ധിച്ചേ, 18-ാമത്തെ വാക്യം. ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുന്ന എല്ലാവരും ഹൃദയത്തിൽ ഇത് ഏറ്റെടുക്കണം. വലിയ കൊടുങ്കാറ്റിൽപ്പെട്ടു, കപ്പലാടി ഉലഞ്ഞു. 19-ാമത്തെ വാക്യം. 3-ാമത്തെ ദിവസം അവർ സ്വന്തം കൈകൊണ്ട് കപ്പൽ പായകളും വലിച്ചെറിഞ്ഞു. സൂര്യനോ നക്ഷത്രങ്ങളോ പ്രത്യക്ഷപ്പെട്ടില്ല, കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നതിനാൽ. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, രക്ഷപ്പെടാമെന്നുള്ള ആശ തന്നെ ഞങ്ങൾ കൈവെടിഞ്ഞു. ഒരു ഭയങ്കര എല്ലാ വഴികളും അടഞ്ഞതായിട്ട് അവിടെ നിൽക്കുന്നത്. അങ്ങനെയാണ് വചനം 19-ാമത്തെ വാക്യം അവസാനിക്കുന്നത്. അങ്ങനെയാണ്. ഒന്നും കൂടെ കേട്ട്, രക്ഷപ്പെടാമെന്നുള്ള പ്രതീക്ഷ തന്നെ അവസാനിച്ചു. അങ്ങനെ എത്രയോ പേര്, ചിലരെങ്കിലും ഈ മൈതാനത്ത് ഏതൊക്കെയോ കസേരകളിൽ ഇരിപ്പുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന വാക്കാണിത്. എല്ലാ വഴികളും അടഞ്ഞു. പൗലോസ്ലീഹ എന്നാ പറഞ്ഞെന്നറിയാമോ? എല്ലാ വഴി അടഞ്ഞു, ഇനി എടുത്ത് ചാടിക്കോളാനല്ല പറഞ്ഞ്. പൗലോസ്ലീഹ പ്രാർത്ഥിച്ചൊരു കാര്യം പറഞ്ഞു, ദൈവം കൈവിടില്ല എന്ന്. രക്ഷപ്പെടാമെന്ന ആശ തന്നെ കൈവെടിഞ്ഞ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നവൻ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. ഇത് അവർക്ക് തോന്നിയതാ, രക്ഷപ്പെടാൻ ഇനി പറ്റില്ലെന്ന്. ഒന്ന് കേട്ടെ, സാമ്പത്തികമായി നഷ്ടം വന്ന് കടം കയറി അതിൻ്റെ ഏറ്റവും അത്യുച്ചയിലെത്തിയപ്പം ഒരാൾ പറഞ്ഞു, ഇനി രക്ഷപ്പെടാമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലെന്ന്. രോഗം വന്ന് രോഗം കൊണ്ട് ഒരു മരുന്ന് കഴിക്കുമ്പോൾ വേറൊരു മരുന്ന് കഴിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വന്ന് ശരീരം തളർന്നപ്പോൾ ആ വ്യക്തി പറഞ്ഞു, എനിക്കിനി മരണം മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങും? ഇനി ഏത് വഴിയിലൂടെ ഞാൻ നീങ്ങണം? ഇതാണ് ഈ വചനം ഇവിടം വരെ. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിരിച്ചേ, ഇവിടം കൊണ്ട് ബൈബിൾ അവസാനിച്ച് റോമാലേഖനം തുടങ്ങുമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പേടിക്കണമായിരുന്നു. ബൈബിൾ അവിടെ നിർത്തിയിട്ട് ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ട് അടുത്ത സെന്റൻസ് തുടങ്ങുക. 21-ാമത്തെ വചനം, അത് ലെവല് വേറെയാണ്. 21-ാമത്തെ വചനം വഴി അടഞ്ഞു എന്ന് നിർത്തുവല്ല, ഇനി ദൈവം വഴി തുറക്കുകയാണ് അവർക്ക്. അടുത്ത വചനം ശ്രദ്ധയോടെ കേൾക്കണം. എല്ലാ വഴികളും അടഞ്ഞപ്പോൾ പൗലോസ്ലീഹ എന്നാ ചെയ്തതെന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാ വഴികളും അടഞ്ഞപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്നാ ഇത് പറയുന്നത്. എല്ലാ വഴികളും അടഞ്ഞപ്പോൾ പൗലോസ്ലീഹ ആ ദിവസം ആ കപ്പലിൽ മാറിയിരുന്ന് ഈ സമയം, ഈ ഒരു അവസ്ഥയിൽ നിന്ന് വിടുതൽ കിട്ടാൻ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചു. ഇതാണ് ഒന്നാമത്തെ വഴി തുറക്കാൻ ചെയ്യേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പൗലോസ്ലീഹ കണ്ട ഒരു കാര്യമാണ്. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് 23-ാമത്തെ വചനം പറയാണ്, ഞാൻ ആരാധിക്കുന്നവനായ എൻ്റെ ദൈവത്തിൻ്റെ ദൂതൻ ഈ കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന്. എവിടെ പ്രത്യക്ഷപ്പെട്ടു? വഴി അടഞ്ഞു, എല്ലാ വഴി അടഞ്ഞു, രക്ഷപ്പെടാമെന്ന ആശ തന്നെ തീർത്തു. ഇനി മുന്നോട്ടൊന്നും പോകാൻ ഇനി വഴി അടഞ്ഞു എന്ന്, ഇനി പറ്റില്ലെന്ന് ചിന്തിച്ച സ്ഥലത്ത്
എന്തു വന്നിപ്പം? ദൈവത്തിൻ്റെ ദൂതൻ അവിടെ വന്നു. എന്തുകൊണ്ട്? വിശ്വാസമുള്ള ഒരു പൗലോസ് അതിനകത്തുള്ളായിരുന്നത് കൊണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. എന്തിനാ ഭയപ്പെട്ടിരിക്കുന്നേ? വിശ്വാസമുള്ള 100 പേര് ഇതിനകത്തുണ്ടെങ്കിൽ ഒരു വഴിയും അടയില്ല. എൻ്റെ കുടുംബത്തിൽ 4 പേരുണ്ട്, 3 പേർക്കും വിശ്വാസം ഇല്ല. അതിലൊരാൾ മാത്രമേ വിശ്വാസത്തിലുള്ളൂ. എന്നാൽ പോലും പേടിക്കേണ്ട, നിങ്ങൾ ഒരാളും മതി. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം പുതിയ വാതിലുകളെ തുറക്കാൻ. പാട്ടുകാരൻ പാടിയത് വെറുതെ അല്ല, വഴി തുറക്കൂന്ന്. അത് പാടാൻ വേണ്ടി പാടിയതുമല്ല. അവൻ വഴി തുറക്കും എന്ന് പറഞ്ഞാൽ തുറക്കുക തന്നെ ചെയ്യും. ഒന്നുറക്കെ പറയാമോ ഹല്ലേലൂയ? സ്വരമുയർത്തി, കരമുയർത്തി എന്ന് പറയാമോ ഹല്ലേലൂയ? ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ശ്രദ്ധിച്ചിത് ഇതുണ്ടല്ലോ, ഇതെങ്ങനെ വായിക്കണം? ഇത് ആകെ കുറച്ച് 27-ാം അധ്യായത്തിൽ 44 വചനമുള്ളൂ. പക്ഷെ ഇത് വായിക്കുമ്പോൾ ഒരു 3-4 മണിക്കൂർ എടുത്ത് വായിക്കാവുള്ളൂ. ഒരു 3-4 മണിക്കൂർ എടുത്ത് ഓരോ ഫുൾ സ്റ്റോപ്പിൻ്റെ അവിടെ നിർത്തണം. എന്നിട്ട് പേന കയ്യിൽ പിടിച്ച് വരയ്ക്കണം. കാരണം ഈ വചനത്തിലൂടെ ദൈവം കുറേ കാര്യങ്ങൾ നമ്മളോട് പറയും. പ്രതിസന്ധി വരുമ്പോൾ എന്നാ ചെയ്യണ്ടേ, രോഗം വരുമ്പോൾ എന്നാ ചെയ്യണ്ടേ, 4 വഴിക്ക് ഓടണോ, വല്ല സാധനങ്ങളൊക്കെ എടുത്ത് കടലിലേക്ക് എറിയുവാണോ ചെയ്യേണ്ടത്, എല്ലാ പ്രതീക്ഷയും പോയി എന്ന് പറഞ്ഞ് കരയുവാണോ ചെയ്യേണ്ടത്, അതോ പ്രാർത്ഥിക്കുവാണോ ചെയ്യേണ്ടതെന്ന് വചനം പറയും. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ കുറേ പേരൊക്കെ എന്നാ ചെയ്യുന്നറിയോ? ചുമ്മാ പിറുപിറുക്കും, ശപിക്കും, എൻ്റെ ജീവിതം പോയി എന്നൊക്കെ പറയും. പൗലോസ് ശ്ലീഹ അന്നേരം ചെയ്തത് മാറിയിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിലൊരു കാര്യം പറയട്ടെ. ഇനിയും ജീവിതത്തിൽ ചില പ്രതിസന്ധികളും കൊടുങ്കാറ്റും വരുമ്പം ഇതുപോലെ പൗലോസിനെ പോലെ പ്രാർത്ഥിക്കുന്ന 100-1000 പൗലോസ് ശ്ലീഹായെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ എന്നാണ്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരാമേൻ പറഞ്ഞു ഏറ്റെടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ അതങ്ങ് ഏറ്റെടുക്കണം. ഇനി പൗലോസ് ശ്ലീഹയുടെ ജീവിതത്തിൽ ഭയങ്കര ഞാനിങ്ങനെ ഒരു കാര്യം കാണുകയാണ്. ഇവർ ചരക്കുകളെല്ലാം എടുത്തപ്പം ദൂതൻ വന്നില്ല. ഇവർ കടന്ന് ജീവിതം മുഴുവൻ വഴി അടഞ്ഞു പോയി എന്ന് പറഞ്ഞപ്പോൾ ദൂതൻ വന്നില്ല. ദൈവം എപ്പോഴാ ദൂതനെ അയച്ചത്? പ്രതിസന്ധിയിൽ കാറിയപ്പോഴല്ല, പ്രതിസന്ധിയിൽ ഒച്ച വച്ചപ്പോഴല്ല, നിരാശപ്പെട്ടപ്പോഴല്ല, എല്ലാ സാധനങ്ങളും എടുത്ത് കടലിലേക്ക് എറിഞ്ഞപ്പോഴല്ല. പൗലോസ് ശ്ലീഹ പ്രാർത്ഥിച്ചപ്പം. പ്രതിസന്ധിയിൽ ഇരിക്കുന്ന കുറേ പേര് ഈ വചനം കേൾക്കാനുണ്ട്. ചില പ്രതിസന്ധികളൊക്കെ ആ ദൈവവചനം കേൾക്കാൻ വേണ്ടി നമ്മളെ ഇവിടെ കൊണ്ട് എത്തിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, എല്ലാ സുഖ സൗകര്യങ്ങളുടെയും മുകളിലായിരുന്നെങ്കിൽ നമ്മളിതൊന്നും വില കൊടുക്കത്തില്ലായിരുന്നു. പ്രതിസന്ധികൾ നല്ലതിനാ. ബൈബിളിൽ ഒരു വചനമുണ്ട്, ദുരിതങ്ങൾ എനിക്ക് വലിയ ഉപകാരമായി എന്ന്. എന്തുകൊണ്ട്? അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ അനുസരിച്ചു എന്ന്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നോക്കിക്കേ, അടുത്ത വചനം ശ്രദ്ധിക്കണം. പൗലോസ് ശ്ലീഹ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ എവിടെ ഇറങ്ങി? കൊടുങ്കാറ്റുള്ള, തിരമാലകൾ ആഞ്ഞടിക്കുന്ന, ഭയങ്കര പ്രതിസന്ധിയിൽ ഇവർ സഞ്ചരിക്കുന്ന വള്ളം ആടി ഉലയുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങിയെങ്കിൽ ഈ ദൈവവചനത്തിന് മാറ്റമില്ല. ഈ ദൈവവചനം ഇന്നുവരെ ഇത് പ്രത്യേകിച്ച് വേറെ ഒരു കാര്യത്തിലും വേറെ പല പുസ്തകങ്ങളും പോലെ ഒരു വ്യത്യാസം, പല പുസ്തകങ്ങൾക്കും വ്യത്യാസം വന്ന് വായിച്ചു മടുത്തു. ഈ വചനം ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന വചനമാണ്. ഈ വചനം പറയുകയാണ്, ഞാൻ എൻ്റെ പ്രതിസന്ധിയിൽ എൻ്റെ ദൈവത്തെ വിളിച്ചാൽ ഇതുപോലെ മരണത്തിൻ്റെ മുമ്പിലും ദൈവം എന്തു ചെയ്യും? ദൈവം തൻ്റെ ദൂതനെ നമുക്കായി അയക്കും. പറഞ്ഞു ഹല്ലേലൂയ. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ദൈവം തൻ്റെ ദൂതനെ അയച്ച സംഭവങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കേട്ടോ, പഴയ നിയമത്തിലെ യാക്കോബ് ഒന്നുമില്ലാതെ ഇറങ്ങി നടന്ന് പ്രതീക്ഷയും പോയി ഓടി ഒളിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു കല്ലെടുത്ത് തലയണയാക്കി വച്ചിട്ട് ഈ മനുഷ്യൻ വിഷമത്തോടെ തല കല്ലേ വെച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. സ്വർഗം തുറന്ന് അതിൽ നിന്നൊരു കോവണി, നിലത്ത് വര മുട്ടുന്നൊരു കോവണി. സ്വർഗത്തിലെ ദൈവം ദൂതന്മാരെ അയച്ച് ഈ കോവണി വഴി ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന കണ്ട് എല്ലാ വഴികളും അടഞ്ഞ യാക്കോബിന്റെ മേൽ ദൈവം ദൂതനെ അയച്ചു. ഇന്ന് ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും പറയട്ടെ, ദൈവം തൻ്റെ ദൂതനെ നിങ്ങൾക്കായി അയക്കുന്നൊരു ദിവസമാണിന്ന്. അടുത്ത വചനം കേട്ടെ.
പത്രോസ്ലീഹ ജയിലിൽ കിടക്കുന്ന ഒരു സംഭവമുണ്ട്. യാക്കോബിനെ കൊന്നു. നേരം വെളുക്കുമ്പോൾ പത്രോസിനെയും കൊല്ലും, ഉറപ്പായിട്ട് കൊല്ലും. പത്രോസ്ലീഹായ്ക്ക് വേണ്ടി മറിയം എന്നൊരാളുടെ വീട്ടിൽ സഭ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്, സ്വർഗത്തിലെ ദൈവം ആ വഴി മരണം മുന്നിൽ കണ്ട പത്രോസ് കിടന്ന ജയിലിൻ്റെ അകത്ത് ദൈവം ദൂതനെ അയച്ചു. ദൂതൻ അവിടെ ഇറങ്ങിച്ചെന്നു. പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകത എന്നാണെന്നറിയാമോ? ചിലപ്പോൾ നിൽക്കുന്ന സ്ഥലം സേഫ പോലും ആയിരിക്കത്തില്ല. മരണം മുന്നിൽ കണ്ട് എല്ലാ വഴികളും അടഞ്ഞു. ഇനി എന്ത് ചെയ്യും, ഇനി മുന്നോട്ട് നീങ്ങാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ദൈവം നമ്മുടെ പ്രാർത്ഥന ഉയരുമ്പം ദൈവം ഒരു വഴി തുറക്കാൻ ഒരു ദൂതനെ നമുക്കായി അയക്കുന്നത്. ഒരു കരം ഉയർത്തി സന്തോഷത്തോടെ ഉറക്കിയെന്ന് പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി അടുത്തൊരു, ഇതിനകത്ത് ഭയങ്കര അനുഭവമുള്ളൊരു വാക്കുണ്ട്. ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുത്ത പൗലോസ്ലീഹായെ ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കൊടുങ്കാറ്റിന് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്ന് പേടിപ്പിക്കാൻ പറ്റി. ദൈവത്തിൽ ആശ്രയിക്കുന്ന അകത്തും പുറത്തും പല ഭാഗത്തും ഇരിക്കുന്ന എല്ലാവരും കേട്ടു, ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുത്ത് കാലെടുത്ത് വെച്ച് ഇറങ്ങിയിരിക്കുന്നവരാണെങ്കിലും കൊടുങ്കാറ്റൊക്കെ വരും, തിരമാലയും വരും, ആടി ഉലയും, ചിലപ്പോൾ അറിയാവുന്ന കാര്യമൊക്കെ പോവും. പക്ഷെ കൊടുങ്കാറ്റിന് പോലും തകർക്കാനോ തൊടാനോ പോലും പറ്റില്ല. വചനം വായിച്ചു നോക്ക്. ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുത്ത പൗലോസ്ലീഹായെ കൊടുങ്കാറ്റിന് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു കൊടുങ്കാറ്റ് വീശിയാൽ അവിടെയുള്ള വലിയ കെട്ടിടങ്ങൾ വരെ താഴെ പോകും, വലിയ മരങ്ങൾ വരെ ദൂരദേശത്ത് തെറിച്ചു പോകും. ഇത്രയും നീളമുള്ള ഈ കപ്പലിനെ തൊടാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, പൗലോസ്ലീഹായെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഭാഗം എല്ലാവരും കേൾക്കണം. ഇനി കുറച്ച് ദൂരം കഴിഞ്ഞ് പൗലോസ്ലീഹ പറയുവാണ്, വിശ്വാസത്തിൻ്റെ പൗലോസ്ലീഹ ഒരു വാക്ക് പറയാണ്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം ഒരാപത്തും വരുത്തില്ലെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു എന്ന്. ആ വാക്ക് ഏറ്റെടുക്കണം. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയുന്ന വാക്കാ. ദൈവത്തിൽ വിശ്വസിക്കുന്നവനൊരു പോറൽ പോലും സംഭവിക്കാൻ ദൈവം സമ്മതിക്കില്ല. ഹല്ലേലൂയ. ഈ വചനം ഞാൻ ശ്രദ്ധയോടെ പതുക്കെ പറയാം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പൗലോസ്ലീഹ പറയുക, എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന്. എവിടെ? കൊടുങ്കാറ്റ്, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, മരണം മുന്നിൽ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പൗലോസ്ലീഹ ഉറക്കെ പറയുവാണ്, ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന്. നമ്മൾ എത്ര പേര് പറയൂ അത്? പലരും വിശ്വാസം, ഇനി ഞാൻ വിശ്വാസം മാറുവാന്ന് പറയും. വിശ്വസിച്ചിട്ട് എനിക്കൊരു മണ്ണാങ്കട്ടയും കിട്ടിയില്ലെന്ന് പറയും. പൗലോസ്ലീഹ കൊടുങ്കാറ്റടിക്കുമ്പോഴും പറയുക, വിശ്വസിച്ചിട്ട് കാര്യമില്ലെന്നല്ല പറഞ്ഞ്, ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന്. ഇത് പറയണം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം ഭയങ്കര അനുഗ്രഹമുള്ളതാണ്. വിശ്വാസം ഏറ്റു പറഞ്ഞിട്ട് ഈ കപ്പലിൽ ഉണ്ടായിരുന്നവർ വെള്ളത്തിൻ്റെ ആഴം, കടലിൻ്റെ ആഴം അളക്കാൻ തുടങ്ങുവാണ്. അളന്ന് നോക്കുക, തീരെ എത്തിയോന്ന്. അളന്ന് നോക്കുമ്പോൾ കണ്ടത് ഇങ്ങനെയാണ്, അവർ ഓരോ ദിവസം അളക്കുമ്പോഴും അതിൻ്റെ അളവിൽ വ്യത്യാസം വന്നിരുന്നു. അതായത് ദൈവത്തിൽ വിശ്വസിച്ച് നിൽക്കുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളുടെ ആഴം കുറയും. ഹല്ലേലൂയ. ശരിയാണോ? വിശ്വസിച്ച് മുന്നിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ കടലോളം ആഴമുള്ള പ്രശ്നമുണ്ടെങ്കിലും വിശ്വാസത്തോടെ നീങ്ങുമ്പോൾ അതിൻ്റെ ആഴം കുറഞ്ഞു കുറഞ്ഞു വരും. ഇനി കുറച്ച് ദൂരം ചെന്നപ്പം ഈ കപ്പൽ ഇടിച്ച് കപ്പൽ തകർന്നു പോയി. കപ്പൽ തകർന്നു പോയി. അപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞായിരുന്നു, ആർക്കും ഒന്നും വരികയില്ലെന്ന്. ഇനി ഈ പോയവരൊക്കെ എങ്ങനെ അക്കരെ എത്തിയെന്ന് എഴുതിയിരിക്കുന്നത് ഭയങ്കര അനുഗ്രഹമുള്ളൊരു വാക്ക് എഴുതിയിരിക്കുകയാണ്. മറ്റുള്ളവർ ഈ ഇടിച്ച കപ്പലിൻ്റെ പലകയെ പിടിച്ചു. ശ്രദ്ധിക്കണം, പോയത് കപ്പലിലാണ്. പക്ഷെ കരയ്ക്കെത്തുന്നതിന് മുമ്പ് കപ്പൽ ഇടിച്ച് കപ്പൽ തകർന്നപ്പം ഈ കപ്പലിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെടാൻ വേണ്ടി പിടിച്ചതെന്നറിയോ? ഈ കപ്പൽ ഇടിച്ചപ്പോൾ പൊളിഞ്ഞു വീണ പലക. എന്നിട്ട് പലകകളിൽ പിടിച്ച്, ഇനി ചില പലക കഷ്ണങ്ങൾ പൊട്ടിപ്പോയി, അതിൻ്റെ കഷ്ണങ്ങളിലും പിടിച്ച് ഒരു പോറൽ പോലും ഏൽക്കാതെ എല്ലാവരും കരയിലെത്തി. എന്തിലൊക്കെ പിടിച്ച്?
ഒരു പലക, കുറേ പേര് ഒടിഞ്ഞു പോയ പലക കഷ്ണം. ഏതിൻ്റെ പലക കഷ്ണം? ഈ കപ്പലിൻ്റെ. അപ്പം ദൈവത്തിന്, ശ്രദ്ധിച്ച് കേട്ടെ, ദൈവത്തിന്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് എന്നെ എത്തേണ്ടിടത്ത് എത്തിക്കാൻ എന്തൊക്കെ മതി? ഒരു പലകയും മതി, ഒരു പലക കഷ്ണവും മതി. മതിയോ? ഇവിടെ അതിനേക്കാൾ വലിയ സംവിധാനം ഉണ്ടായിട്ട് എവിടെ എത്തിയിട്ടില്ല പലരും. എത്തൂന്ന് വിചാരിച്ചു. ശ്രദ്ധിച്ച്, ഈ യാത്രയിൽ എത്താൻ വേണ്ടി ദൈവം അവരെ എത്തിച്ചത് കപ്പലിൽ എത്തിച്ചു എന്നല്ല. കപ്പൽ എത്തുന്നതിന് മുമ്പ് ഇടിച്ച് തകർന്ന് കപ്പലിന്റെ പലക തെറിച്ചു പോയി. ഇടിച്ച ഇടിയുടെ ആഘാതം കൊണ്ട് കപ്പലിന്റെ ചില പലകൾ പൊട്ടിപ്പോയി. നമ്മളോട് ആരാ പറഞ്ഞേ ദൈവത്തിന് ഒരു സ്ഥലത്തെത്തിക്കാൻ ഇന്ന കാര്യങ്ങൾ വേണമെന്ന്? ദൈവത്തിന് എന്നെ എത്തേണ്ടിടത്ത് എത്തിക്കാൻ പലക വേണ്ട, ഒരു പലക കഷ്ണം വരെ മതി. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കരം ഉയർത്തി ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിന്റെ പേരാണ് വിശ്വാസം. ഇതിന്റെ പേരാ വിശ്വാസം. എത്രയോ പേര് എന്തൊക്കെ കാര്യങ്ങൾ തലകുത്തി നിന്ന് ചെയ്തു, എന്നിട്ട് അവരൊന്നും എവിടെ എത്തിയിട്ടില്ല. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും പറഞ്ഞു അവൻ വലിയ നിലയിൽ എത്തുമെന്ന് പറഞ്ഞ പലരും എവിടെ എത്തിച്ച പകുതിക്ക് എത്തിയിട്ടേ ഉള്ളൂ. പുറകിൽ കിടന്ന് പലരും ദൈവത്തിൽ ആശ്രയിച്ച് അതിനേക്കാൾ ഒരുപാട് 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 മുന്നിലെത്തി. എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയൊരു വാക്കായി വായിച്ചേ. പൗലോസ്ലീഹ പറഞ്ഞായിരുന്നൊരു വാക്ക് കേട്ടെ. 27-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വചനമാണ്. പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്ക്. കൊടുങ്കാറ്റുണ്ടായി, തിരമാല ആഞ്ഞടിച്ചു, പ്രശ്നങ്ങൾ രൂക്ഷമായി, എല്ലാ പ്രതീക്ഷയും പോയപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞ വാക്ക് എന്നാണെന്നറിയോ? നിങ്ങളുടെ ഒരാളുടെ തലമുടിനാര് പോലും നശിക്കില്ലെന്ന് എനിക്കറിയാന്ന്. കൊടുങ്കാറ്റ് വന്ന് വീശി കപ്പലിടന്ന് മറിയുമ്പം പൗലോസ്ലീഹ പറയുവാ, നിങ്ങളുടെ തലമുടിയുടെ പോലും ഒന്നും പറ്റിയില്ല, തലമുടിനാരിന് പോലും പറ്റില്ലെന്ന്. ഇതിന്റെ പേരാണ് വിശ്വാസം. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഇത്രയും വിശ്വാസം ഉള്ളവരൊക്കെ കുറവാ. പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടുന്ന വിശ്വാസികളേ ഉള്ളൂ. പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതുപോലെ എഴുന്നേറ്റെന്ന് പറയുന്ന എത്ര പേരുണ്ട്? പ്രശ്നങ്ങൾ കഴുത്തോളം എത്തുമ്പോൾ എല്ലാവരും ഓടും. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനങ്ങളെ പോലെയാ പലരും പിറുപിറുക്കും. ഇതാ എല്ലാ വഴി അടഞ്ഞു എന്ന് പറയും. ഇനി ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ഏത് വഴിയാണ് തുറന്നു കൊടുത്തത്? വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നൊരു വഴി. ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്ത റൂട്ടാണ് ദൈവം സെലക്ട് ചെയ്തത്. എല്ലാ വഴികളും ഗൂഗിൾ മാപ്പിൽ ഓക്കെയാണ്. ഇങ്ങോട്ട് വരണമെങ്കിൽ ഗൂഗിൾ മാപ്പ് ഓൺ ആക്കിയാൽ മതി. വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ ഒരു വഴി. ഇതാരെ കണ്ടിട്ടുള്ളൂ? ഇസ്രായേൽ ജനങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ ഈ വഴി? ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടെ, നമ്മളാരും കണ്ടിട്ടില്ലാത്തൊരു വഴി ദൈവം ആർക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കണ്ടിട്ടുണ്ട്. വിശ്വാസമുള്ളവർ പറഞ്ഞേ ഹല്ലേലൂയാ. ഇല്ലാത്തവർ പറഞ്ഞേ ഹല്ലേലൂയാ. കുറേ പേരുണ്ട്. ഇത്ര ആൾക്കാരുണ്ട്, ആരാന്ന് മനസ്സിലായില്ല. എന്തായാലും 178 പേരുണ്ട്. 2 പേര് കുറഞ്ഞു. ശ്രദ്ധിച്ച്, ചെങ്കടലിൽ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നൊരു വഴിയാണ് ദൈവം സെലക്ട് ചെയ്തത്. ദൈവത്തിന് വേണേ ഇവരെല്ലാം കൂടെ വെള്ളത്തിന് മുകളിൽ കൂടെ കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷെ വെള്ളത്തിൻ്റെ അടിയിലുള്ളൊരു വഴി. നിങ്ങൾ ഓർത്ത് ഇതുപോലെ തന്നെയാ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ദൈവം വഴി. നമ്മളെല്ലാ വഴി അടഞ്ഞെന്നും പറഞ്ഞിരിക്കുക. അടഞ്ഞിട്ടില്ല. എൻ്റെ തലമുടിനാരിന് പോലും കേടുവരാൻ ദൈവം സമ്മതിക്കില്ല. ഇത് വിശ്വാസമാണ് കേട്ടോ. ഇതിൻ്റെ പേരാ വിശ്വാസം. ഇനി അടുത്ത ഭാഗം 28-ാമത്തെ വചനം. പൗലോസ്ലീഹ മാൾട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. മാൾട്ട എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടുത്തെ ആളുകൾ കുറെ വിറകുങ്കമ്പുകളൊക്കെ ഇട്ട് തീ കത്തിച്ചാണ് സ്വീകരിച്ചത്. അപ്പൊ പൗലോസ്ലീഹ ഒരു കാര്യം ചെയ്തു. ഒരു ഉപകാരം എന്ന രീതിയിൽ അവിടെ കിടന്നൊരു വിറകെടുത്ത് ഇതിനോട് ചേർത്ത് തീക്കാത്തോട്ട് ഇടാൻ നോക്കിയപ്പം, അവിടെ ചെയ്തപ്പം ഈ വിറകിൻ്റെ അടിയിലിരുന്ന, ഈ തണുപ്പിനകത്തിരുന്ന ഈ അണലിപ്പാമ്പ് പെട്ടെന്ന് പൗലോസ്ലീഹയുടെ കയ്യിലോട്ട് ചുറ്റി. വിഷമുള്ളൊരു പാമ്പാണ് അണലിപ്പാമ്പ്. പൗലോസ്ലീഹയുടെ കയ്യിൽ പാമ്പ് ചുറ്റിയപ്പം കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടിയിട്ട് പറഞ്ഞു, ഇവൻ ഏതാണ്ടോ പിശാച് പിടിച്ചൊരു മനുഷ്യൻ, അതാ പാമ്പ് ഇവൻ്റെ കയ്യെ ചുറ്റിയെന്ന് പറഞ്ഞ് ഓടി. അണലിപ്പാമ്പ് കടിച്ചിട്ട് കയ്യെ ചുറ്റിയപ്പം എല്ലാവരും അപ്പുറത്തിരുന്ന് പറഞ്ഞു, അവൻ വലിയ താമസമില്ലാണ്ട് മരിക്കും, അണലിപ്പാമ്പ് ആ കയ്യെ ചുറ്റിയെന്ന് പറഞ്ഞു. ഇനി അടുത്തത്, വിശ്വസിക്കുന്ന വിശ്വാസമുള്ള പൗലോസ്ലീഹ ഇങ്ങനെയാ കാണിച്ച് കയ്യിൽ ചുറ്റിയ അണലിപ്പാമ്പിനെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, അവൻ കൊടഞ്ഞ് തീക്കാത്തോട്ടിട്ടു. കൊടയുന്നത് എങ്ങനെയാ? നമ്മുടെ കയ്യിൽ വെള്ളമുണ്ട്, നമ്മൾ ഭക്ഷണം കഴിച്ച് വെള്ളം കുടഞ്ഞു കളയുന്ന ഇത്രേ ഉള്ളൂ.
എല്ലാവരും പേടിച്ചോടി. അണലിപ്പാമ്പ് കയ്യെ ചുറ്റിച്ചല്ലേ. അണലിപ്പാമ്പ് എന്നാ കുടഞ്ഞാൽ പോവോ? കുടഞ്ഞാൽ പോകുന്നൊരു പൊടിയാണോ കയ്യെ പറ്റിയത്? പാമ്പ് ചുറ്റിതാ, പാമ്പാ കയ്യെ ചുറ്റിയത്. അതെങ്ങനെയാ കുടഞ്ഞു പോകുന്നേ, കുടഞ്ഞാ പോകുന്നേ? ഇത് നമുക്കൊരു പാഠമാ. ഈ പാഠം പറയട്ടെ, ചില പ്രശ്നങ്ങൾ നമ്മുടെ കയ്യേലല്ല, നമ്മുടെ ജീവിതത്തെ മൊത്തം ഇതുപോലെ അങ്ങ് റൗണ്ട്, പാമ്പ് ചുറ്റുന്ന റൗണ്ടായിട്ട് അങ്ങ് ചുറ്റുന്നേ. പെട്ടെന്ന് ഇതുപോലെ പ്രശ്നങ്ങൾ നമ്മളെ ഇങ്ങനെ ചുറ്റും. വിശ്വസിക്കാത്തവൻ അതിനകത്തിരുന്ന് ഞെരുങ്ങും. ദൈവത്തിൽ വിശ്വാസമുള്ളവൻ ആ വ്യക്തിയെ ചുറ്റിപ്പിണഞ്ഞ പ്രശ്നങ്ങളെ കൊടഞ്ഞു കളയും. അങ്ങനെ പലർക്കും കഴിവില്ല. പ്രശ്നം വരുമ്പോൾ ആകെ കുഞ്ഞിക്കൂടി പോകുന്നവരാ പലരും. പൗലോസ്ലീഹ 28-ാം അധ്യായം ഓർത്തു നോക്കൂ. ഈ കൊടഞ്ഞു കളഞ്ഞ് ഈ പാമ്പിനെ തീക്കാത്തൊട്ടിട്ടപ്പോൾ ഓടി വന്നിട്ട് എല്ലാവരും പറഞ്ഞു ഇവൻ ഏതോ ദേവനാണെന്ന് പറഞ്ഞു. മുമ്പേ കുറ്റം പറഞ്ഞവർ ഇപ്പം നേരെ തിരിച്ചു പറഞ്ഞു. ശ്രദ്ധിക്കുക, ഇത് വിശ്വാസം, ഇതാണ് വിശ്വാസം. വിശ്വസിക്കുന്നവൻ അവനെ ചുറ്റിയിരിക്കുന്ന ഏത് പ്രശ്നത്തെയും വലിച്ചു പറിച്ചു കളയുന്നല്ല, കൊടഞ്ഞു കളയും. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയോ? പ്രശ്നങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ലെന്ന് മൈക്കിലൂടെ പറയാനല്ല. പ്രശ്നങ്ങൾ വന്ന് നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ മുഴുവൻ വട്ടവിട്ട് അങ്ങോട്ട് പിണഞ്ഞാലും ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, തലമുടിനാരിന് പോലും ഒരു കേട് വരുത്തുകയില്ല. ആ പ്രശ്നത്തെ ഞാൻ കൊടഞ്ഞു കളയുകയും ചെയ്യും. ഇതിൻ്റെ പേരാണ് വിശ്വാസം. ഒരു കരം ഉയർത്തി ഉറക്കിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ.